പ്രസിദ്ധമായ കരിക്കകം ചാമുണ്ഡി ക്ഷേത്രത്തിൽ പൊങ്കാല ഇന്നാണ്. മീനമാസത്തിലെ മകം നാളായ ഇന്ന് പൊങ്കാല ഉത്സവത്തിന്റെ 7ാം ദിവസം കൂടിയാണ്. അപ്പൊ കലശപൂജ കഴിഞ്ഞു. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ഇല്ലത്ത് നാരായണാനുജൻ ഭട്ടതിരിപ്പാട് ശ്രീകോവിലിൽ നിന്ന് ദീപം പകർന്ന് പണ്ടാരടുപ്പ് ജ്വലിപ്പിക്കുന്നതോടെ പൊങ്കാല സമർപ്പണ ചടങ്ങ് ആരംഭിക്കും. അപ്പൊ അതിന്റെ വിവരങ്ങളുമായി മേഖലാ മുരളി നമ്മുടെ കരിക്കകത്തും ചെയ്യുന്നുണ്ട്. കരിക്കകത്തെ പൊങ്കാല. ഓക്കെ, ഓവർ ടു മേഘന മുരളി. മേഘന, യു ആർ വെൽക്കം ടു വാണിയംകുളം. താങ്ക് യു എസ് കെ. ഞാനിപ്പോൾ നിൽക്കുന്നത് കരിക്കകം ചാമുണ്ഡി ക്ഷേത്രത്തിന് ഈ പൊങ്കാല കളത്തിന് നടുവിലായിട്ടാണ്. ഇവിടെ നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ കനത്ത ചൂടുണ്ടെങ്കിലും ഭക്തജനങ്ങൾ ഒരു ഭക്ത പ്രവാഹം തന്നെ ഈ ഒരു കരിക്കകം ക്ഷേത്രത്തിലേക്ക് പൊങ്കാല സമർപ്പണത്തിനായി വരുന്നു എന്നുള്ളതാണ്. ഇന്ന് പൊങ്കാല മഹോത്സവത്തിന്റെ 7ാം ദിവസമാണ്. ഇവിടെ നിരവധിയായിട്ടുള്ള ഭക്തജനങ്ങൾ പൊങ്കാല സമർപ്പണത്തിനായി എത്തുന്നു. അവർ അത്രയേറെ ഭക്തിയോടുകൂടി തന്നെ അത് അമ്മയെ തൊഴുത് നേരത്തെ ക്ഷേത്ര ദർശനത്തിനായി അടക്കം ഒരു നീണ്ട നിര ഇവിടെ ഉണ്ടായിരുന്നു. അല്പസമയത്തിനകം തന്നെ പണ്ടാര അടുപ്പിലേക്ക് തീ പടർന്നുകൊണ്ട് അവരുടെ അമ്മയ്ക്ക് നിവേദ്യം സമർപ്പിക്കുന്ന ചടങ്ങുകളിലേക്ക് നീങ്ങും. അവർ പ്രധാനമായും ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം അവർ ഏറ്റവും കൂടുതൽ ഭക്തിസാന്ദ്രമായി കാത്തിരുന്നത് ഈ കരിക്കകം അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കാൻ തന്നെയാണ്. കാരണം ഏറ്റവും വലിയൊരു വനിതാ മഹാസംഗമമായി തന്നെ ഈ കരിക്കകം ചാമുണ്ഡി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം മാറുകയും ചെയ്യുന്നുണ്ട്. അവർ ഭക്തിസാന്ദ്രമായി തന്നെ ഇഷ്ടവരദായനിയാണ് കരിക്കകം അമ്മ എന്നുള്ളതാണ് വിശ്വാസികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഇഷ്ടവരദായനിക്ക് നിവേദ്യം സമർപ്പിക്കാനുള്ള എല്ലാതരം ഒരുക്കങ്ങളും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ മൺചട്ടികളിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള മൺചട്ടികളിൽ അത് പല വിഭവങ്ങൾ, അത് പായസം അടക്കമുള്ള പല വിഭവങ്ങൾ തയ്യാറാക്കിക്കൊണ്ടുള്ള ഒരു ഒരുക്കങ്ങളാണ് നടത്തുന്നത്. ഇപ്പോൾ ക്ഷേത്രത്തിൽ നിന്നുള്ള അറിയിപ്പ് വരുന്നതോടുകൂടി തന്നെ പണ്ടാര അടുപ്പിൽ തീ പടരും. അതോടുകൂടി തന്നെ ഈ കരിക്കകം ക്ഷേത്ര പരിസരത്തുള്ള ലക്ഷോപലക്ഷം അടുപ്പുകളിലേക്ക് തീ പടരും. അത് ഏറെ ഭക്തിസാന്ദ്രമായി തന്നെ മാറുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത്. അത്തരം ദൃശ്യങ്ങൾ തന്നെയാണ് കാണുന്നത്. ഇവിടെ കാണുന്നത് പോലെ തന്നെ നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. അമ്മ, എന്നാ ഇന്നത്തെ വിഭവം എന്താ വിഭവം ഉണ്ടാക്കുന്നത്? പായസം. നേരത്തെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിരുന്നോ? ഉണ്ട്. എന്താ പ്രാർത്ഥിക്കാനുള്ളത് അമ്മയോട്? നല്ലത് വരത്തണേ. അങ്ങനെ തന്നെയാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ നല്ലത് വരണമെന്നുള്ള പ്രാർത്ഥനയുമായിട്ടാണ് ഇവിടെ ലക്ഷോപലക്ഷങ്ങൾ നിവേദ്യം സമർപ്പിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. എന്താ പ്രാർത്ഥിച്ചത്? പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ മോന് നല്ലൊരു ജോലി കിട്ടണമെന്നാണ്. മോന് വെളിയിൽ നിൽക്കുകയാണ്. അവന് PSW കിട്ടണം, പിന്നെ അതുപോലെ അവന് വിസയും കിട്ടണം. അങ്ങനെ തന്നെയാണ് എസ്. അതായത് ഇവർക്ക് നിരവധിയായിട്ടുള്ള പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളൊക്കെ ഈ പൊങ്കാല സമർപ്പണത്തിലൂടെ നേടാം, അല്ലെങ്കിൽ സഫലീകരിക്കാമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അമ്മ, എന്താണ് പ്രാർത്ഥന? എന്താണ് പ്രാർത്ഥന? നമ്മളെ കുടുംബ പ്രാർത്ഥന. ഇന്ന് എന്താ വിഭവം ഉണ്ടാക്കുന്നത്? ഇന്ന് പായസവും പൊങ്കാലയും ആണ്. അപ്പൊ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷമുള്ള ഒരു കാത്തിരിപ്പ്. ഇന്ന് ആഗ്രഹങ്ങൾ സഫലീകരിക്കണം. അമ്മയുടെ നടയിൽ വന്ന് ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കണം എന്നുള്ള രീതിയിലാണ് വന്നത്. അമ്മ നമ്മളെ സഹായിക്കുകയും ചെയ്യും. അങ്ങനെ തന്നെയാണ്. അതായത് ഇവർ അവരുടെ ആഗ്രഹങ്ങളൊക്കെ അല്പസമയത്തിനകം തന്നെ ശ്രീകോവിലിൽ നിന്നുള്ള ദീപം പൊങ്കാലക്കളത്തിലെ പണ്ടാരടുപ്പിലേക്ക് തന്ത്രി പകരുന്നതോടുകൂടി തന്നെ ഇവിടുത്തെ ലക്ഷോപലക്ഷം ആളുകളുടെ അടുപ്പുകളിലേക്കും തീ പടരും. അതോടെ പല വിഭവങ്ങൾ, അത് പായസം അടക്കമുള്ള പല വിഭവങ്ങൾ ഉണ്ടാക്കുന്നു. അവർ എല്ലാ തയ്യാറെടുപ്പുകളും അല്ലെങ്കിൽ ഒരുക്കങ്ങളും നടത്തി കഴിഞ്ഞു. ഇനി 2:40 പൊങ്കാല നിവേദ്യം ഉള്ളത്. അതിനുശേഷം എല്ലാ ഒരുക്കങ്ങളും ഒക്കെ തയ്യാറാക്കിക്കൊണ്ട് തന്നെയുള്ള പരിപാടികളിലേക്കാണ് ക്ഷേത്രം പോകുന്നത്. മേഖല എത്രത്തോളം വിശ്വാസികൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്? കരിക്കകം പൊങ്കാല ഇതിനോടകം തന്നെ 100 കണക്കിന് ഭക്തജനങ്ങൾ എത്തുന്ന സമയമായിട്ടുണ്ട്. അപ്പൊ എപ്പോഴാണ് അതിന്റെ സമാപനം? എങ്ങനെയാണ് വിശ്വാസികളുടെ ഒരു വിശ്വാസ പ്രതികരണം? മേഖല. പൊങ്കാല നിവേദ്യം സമർപ്പിക്കാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും നടത്തിക്കഴിഞ്ഞു. അതിൽ അല്പസമയത്തിനകം തന്നെ ക്ഷേത്രത്തിൽ നിന്നുള്ള അറിയിപ്പ് ലഭിക്കുന്നതോടുകൂടി തന്നെ ഇവിടെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ പൊങ്കാല കലങ്ങളിലേക്ക് അത് പ്രത്യേകം തന്നെ കഴിഞ്ഞ ഒരുപാട് ദിവസത്തെ ഒരുക്കങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ട്. അത് നിരവധിയായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ ഒരുക്കങ്ങളുടെ ഒരു അവസാനം അല്ലെങ്കിൽ പര്യവസാനം എന്ന രീതിയിൽ തന്നെ പൊങ്കാല നിവേദ്യം സമർപ്പിക്കും. അത് അല്പസമയത്തിനകം തന്നെ ക്ഷേത്രത്തിൽ നിന്നുള്ള അറിയിപ്പ് ലഭിക്കും. അതോടുകൂടി തന്നെ ഇവർ നിരവധിയായിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുന്നു. അത് നൈവേദ്യം പലതരത്തിലും, പായസം അടക്കമുള്ള പലതരത്തിലുള്ള
തരത്തിലുള്ള നൈവേദ്യമാണ് ദേവിക്ക് സമർപ്പിക്കാനായി ഒരുക്കിയിട്ടുള്ളത്. അത് ഈ ഇപ്പോൾ ക്ഷേത്രം തന്ത്രി ആ ഒരു അറിയിപ്പ് ലക്ഷോപലക്ഷമായിട്ടുള്ള ഇവിടെ ഒരുങ്ങിയിട്ടുള്ള ആളുകളിലേക്ക്, ഭക്തജനങ്ങളിലേക്ക് എത്തിക്കും. 9:40 പൊങ്കാല സമർപ്പണം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ക്ഷേത്രത്തിൽ നിന്നുള്ള അറിയിപ്പ് ലഭിക്കുകയാണ്. ആ അറിയിപ്പ് ലഭിക്കുന്നതോടുകൂടി തന്നെ പണ്ടാര അടുപ്പിലേക്ക് തീ പടരും. ഈ തീ പടരുന്നതോടുകൂടി തന്നെ ഇവരുടെ ഒരു ആഗ്രഹം, അതായത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം ഇവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് അവരുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉള്ള ഒരു ആഗ്രഹ സഫലീകരണം ഉണ്ടാകണമെന്നുള്ളതാണ്. അത് തന്നെ അവർ അങ്ങനെ തന്നെ നടത്തുകയും ചെയ്യുന്നു. അത് ലക്ഷോപലക്ഷമുള്ള വനിതകൾ തന്നെയാണ്. അത് നമുക്ക് കാണാം. കനത്ത ചൂടുണ്ട്. കനത്ത ചൂടിലും അവർ അത്രയേറെ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അവർ സ്വയം സമർപ്പിച്ചുകൊണ്ട് ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ്. ഇപ്പോൾ ഒരു അറിയിപ്പ് ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുകയാണ്. അതോടുകൂടി തന്നെ ഭക്തിസാന്ദ്രമായി തന്നെ, അല്ലെങ്കിൽ നേരത്തെ തന്നെ ക്ഷേത്രം ദേവിയെ കാണാനായിട്ടുള്ള നീണ്ട ക്യൂ ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ദേവിയെ സന്ദർശിച്ച ശേഷം അവർ ഈ പണ്ടാര അടുപ്പിലേക്ക് തീ പടരും. ഇപ്പോൾ സർവ്വതും ദേവിക്ക് സമർപ്പിച്ച്, അല്ലെങ്കിൽ ദേവി ഇഷ്ടവരദായനിയാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സർവ്വതും ദേവിക്ക് സമർപ്പിച്ച് ഇവിടെ പൊങ്കാല സമർപ്പണത്തിന് ഇതാ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ക്ഷേത്രത്തിൽ നിന്നുള്ള അറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞു. അവർ പണ്ടാര അടുപ്പുകളിലേക്ക് തീ പടരുന്നതിനുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.